നൈനിറ്റാൾ ഉത്തരാഖണ്ഡിൽ 17കാരിൽ നിന്ന് 19 പുരുഷന്മാർക്ക് HIV ബാധ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെയാണ് പുരുഷന്മാരിൽ എയ്ഡ്സ് സ്ഥിരീകരിച്ചത്. മയക്കുമരുന്നിന് അടിമയായിരുന്ന പെൺകുട്ടി ഇതിന് പണം കണ്ടെത്താനായാണ് പുരുഷന്മാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ ജില്ലയിലെ ഗുലാർഘട്ടി പ്രദേശത്താണ് ആദ്യ സംഭവം പുറത്തുവന്നത്. നാട്ടിലെ നിരവധി പുരുഷന്മാരുമായി പെൺകുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവരിൽ പലരും HIV പോസിറ്റീവ് ആവുകയും ചെയ്തു. പുരുഷന്മാരിൽ പലരും വിവാഹിതരായിരുന്നുവെന്നും അവരുടെ ഭാര്യമാരിലേക്ക് വൈറസ് പടർന്നതായും സംശയമുണ്ട്. പ്രദേശത്തെ നിരവധി യുവാക്കൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് സംഭവം പുറത്തുവരാൻ തുടങ്ങിയത്. അവരിൽ പലരും ആശുപത്രിയിലെ ഇൻ്റർഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെൻ്ററിൽ പരിശോധന നടത്തിയപ്പോഴാണ് HIV പോസിറ്റീവ് ആണെന്ന് തെളിഞ്ഞത്. യുവാക്കൾ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിൻ്റെ ചുരുളഴിഞ്ഞത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടി ഹെറോയിൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നും ലഹരി ഉപയോഗിക്കുന്നതിന് പണം കണ്ടെത്താൻ നിരവധി പുരുഷന്മാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും അന്വേഷണത്തിൽ കണ്ടെത്തി. നോക്കണേ, എന്തൊരു സങ്കടകരമായ വാർത്തയായി കേട്ടത്. 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവളിപ്പോൾ ഇതിപ്പോൾ എവിടുന്നോ ഏതെങ്കിലും കോളേജിൽ നിന്നോ മറ്റാരിൽ നിന്നോ കോളേജിൽ നിന്നാണ് ഇങ്ങനത്തതൊക്കെ ഒരുപാട് കുട്ടികൾ ഇങ്ങനത്തെ ഓരോരോ ചതിയിലും പെടുന്നത്. ആരെങ്കിലും നിന്നോ എന്തെങ്കിലും മയക്കുമരുന്നിൽ അടിമയായിപ്പോയി. ഈ പെൺകുട്ടിക്ക് ഫസ്റ്റ് തന്നെ അവർ നല്ല രീതിയിൽ കൊടുക്കും, പൈസ ഒന്നും ഇല്ലാതെ കൊടുക്കും. പിന്നെ ഈ കുട്ടി ഇതിൻ്റെ ഈ മയക്കുമരുന്നിൻ്റെ അടിമയായി എന്ന് കണ്ടപ്പോൾ പിന്നെ അവർ വിട്ട് കാണും. പിന്നെ ഈ കുട്ടി ഈ മയക്കുമരുന്ന് കിട്ടാൻ വേണ്ടി ഈ കുട്ടി പലതും ചെയ്ത് നോക്കുക. പൈസ വീട്ടിൽ നിന്നൊക്കെ പല രീതിയിലും പൈസ കിട്ടി കഴിഞ്ഞ് അതും ഇതാക്കി കഴിഞ്ഞു. പിന്നെ അവിടുന്നും കിട്ടാതെ വരുമ്പോഴാണ് പിന്നെ ഇങ്ങനെ ഈ പുരുഷന്മാരുമായിട്ട് ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വരെ ഈ കുട്ടിനെ പ്രേരിപ്പിച്ചത്. അതൊന്നും ഒരു തെറ്റായി കാണുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഈ കുട്ടിക്ക് ജീവിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഈ മയക്കുമരുന്ന് കുട്ടിക്ക് കിട്ടിയേ തീരൂ. അപ്പോൾ ഈ കുട്ടി അതിന് വേണ്ടിയിട്ട് ഈ കുട്ടി പലതും നഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും മയക്കുമരുന്ന് വാങ്ങണമെന്നുള്ളതിൽ പൈസ വേണമെന്നുള്ളതിലാണ് ഈ കുട്ടി ഇങ്ങനത്തെ ഈ തെറ്റിൽ ഏർപ്പെട്ട് ഈ കുട്ടി ഇങ്ങനെതായി. അപ്പോൾ അതുകൊണ്ട് എന്തായി, ഈ പുരുഷന്മാർ പിന്നെ ഒന്നും നോക്കൂലല്ലോ. ഏതെങ്കിലും ഒരു പെൺകുട്ടി അരികിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ, അവർക്കും ആട്ടുപെട്ട്. ഇപ്പോൾ എന്താ ഈ പുരുഷന്മാർ കല്യാണം കഴിച്ച ഈ പെൺകുട്ടികളുമാണ് ഇപ്പോൾ ഈ ശിക്ഷ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ എയ്ഡ്സ് രോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അധികം കുറച്ച് ആൾക്കാരുമായി ഇങ്ങനെ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പിന്നെ തെറ്റുകൾ എന്നുള്ളത് ഈ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഇങ്ങനത്തെ തെറ്റുകളിൽ കൂടുതൽ ആവർത്തിച്ചാൽ പിന്നെ പഠിച്ചോൻ കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഈ എയ്ഡ്സ് എന്ന് പറയുന്നത് പഠിച്ചവന് കൊടുക്കുന്ന ശിക്ഷ. അത് ആരായാലും വേണ്ടില്ല. ഇങ്ങനത്തെ ഇതിൽ കൂടുതൽ ഇങ്ങനത്തെ ഈ തെറ്റുകൾ ആവർത്തിച്ചാൽ പിന്നെ അവർക്ക് എയ്ഡ്സ് മാത്രമാണ് വരിക. അപ്പോൾ ഈ എയ്ഡ്സ് വരുമ്പോൾ അവരിൽ നിന്ന് പിന്നെ പലരിലേക്കുമാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഇതായി, അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ഈ ഭാര്യമാരുള്ളവർക്കൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഒന്ന് നല്ല, നമ്മളെല്ലാവരും. കാരണം ഇങ്ങനത്തെ ഈ ലഹരി പദാർത്ഥം ഇതാണ് ഈ ലഹരി കൊണ്ടാണ് ഇങ്ങനത്തെ ഈ നാടിനെ ഇത്രത്തോളം നടക്കുന്ന ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ, എയ്ഡ്സ് എന്ന രോഗം ഇങ്ങനെ പടർന്നു വരാൻ ഇങ്ങനെ കാരണമായത്. അപ്പോൾ ഈ ലഹരിയാണ്. അപ്പോൾ ആദ്യം ഈ ലഹരിനെ ഒന്ന് നിർത്താൻ, അതിൽ പ്രോത്സാഹിപ്പിക്കാതെ ഈ ലഹരി ഒന്ന് അടിച്ചമർത്താനാണ് നമ്മളെല്ലാവരും ഒന്ന് ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പെടുന്നവരും ഈ ലഹരി കൊടുക്കുന്നവരും എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടു പോകും, അറിയാതെ ഉൾപ്പെട്ടു പോകും. അതാണിപ്പോൾ ഈ നാട്ടിൽ ഇങ്ങനെ ഉൾപ്പെട്ടു പോയത്. തെറ്റുകൾ എന്ന് പറയുന്നത് ആവർത്തിക്കാതിരിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റ്. ആ തെറ്റ് നമ്മളെ ജീവിതം തന്നെ എടുക്കുന്ന തെറ്റായി മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവരുടെ ഈ ജീവിതം തന്നെ ഇല്ലാണ്ടായ സ്ഥിതിയിലാണ് ഇപ്പോൾ വന്നത്.